Hello everyone, welcome to Exam by NMMS channel. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബയോളജിയിൽ NMMSൽ ചോദിക്കാറുള്ള കഴിഞ്ഞ വർഷങ്ങളൊക്കെ ചോദിച്ചിട്ടുള്ള മറ്റ് ചില ചോദ്യങ്ങളാണ്. അത് നമുക്ക് എന്ത് ചെയ്യാം, അതിലേക്ക് പോകാം. കഴിഞ്ഞ വീഡിയോസ് ഒക്കെ നിങ്ങൾ കണ്ടു ഉറപ്പുവരുത്തുക. വീഡിയോസ് കാണുന്നവർ ലൈക്ക് അടിക്കാനും അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം. ഓക്കെ, അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഒന്നാമത്തെ ചോദ്യമായി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ പ്രോസസ് ഓഫ് ന്യൂട്രീഷൻ, അതായത് പോഷണ പ്രക്രിയയിൽ ഉൾപ്പെടാത്തത് ഏത്? നമുക്കറിയാം പോഷണ പ്രക്രിയ അറിയാം, അത് ന്യൂട്രീഷൻ അതിൽ എന്തൊക്കെയാണുള്ളത്, ആ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. അസിമിലേഷൻ, ഫിൽട്രേഷൻ, അബ്സോർപ്ഷൻ, എക്സ്ക്രീഷൻ. നമ്മൾ കഴിക്കുന്നു അല്ലെ, ആദ്യം ഇഞ്ചക്ഷൻ, നമ്മൾ അതിന്റെ ആ ഓരോ പ്രോസസ്സ് നമുക്ക് ഓർമ്മയില്ല. ഇഞ്ചക്ഷൻ, പിന്നെ അത് ഡൈജസ്റ്റ് ചെയ്യണം, പിന്നെയാണ് അബ്സോർപ്ഷൻ, പിന്നെയാണ് അസിമിലേഷൻ, പിന്നെയാണ് എക്സ്ക്രീഷൻ അല്ലെ. ആ ഒരു കാര്യങ്ങൾ എല്ലാവർക്കും ഓർമ്മയില്ലേ. ഇഞ്ചക്ഷൻ എന്ന് വെച്ചാൽ നമ്മൾ കഴിക്കുക, പിന്നെ അത് ഡൈജസ്റ്റ് ചെയ്യാന്ന് വെച്ചാൽ അത് കോംപ്ലക്സ് ആയിട്ടുള്ള ഫുഡിനെ ചെറുതാക്കി മാറ്റുക, സിമ്പിൾ മോളിക്യൂൾസ് ആക്കി മാറ്റുക. എന്നിട്ടോ അങ്ങനെ സിമ്പിൾ മോളിക്യൂൾസിനെ അബ്സോർബ് ചെയ്യുക, ആഗിരണം ചെയ്യുക അല്ലെ. പിന്നെ അസിമിലേഷൻ ചെയ്യുക, നമ്മുടെ ബോഡിയുടെ ഭാഗമാക്കി എടുക്കുക എന്നുള്ളതാണ് പിന്നെ സ്വാംശീകരണം, നമ്മുടെ ബോഡിയുടെ ഭാഗമാക്കുക. അതേപോലെ തന്നെ അവസാനം അത് പിന്നെ വേസ്റ്റ് പ്രോഡക്ട്സ് എക്സ്ക്രീറ്റ് ചെയ്യുക, അതായത് വിസർജനം ചെയ്യുക. അപ്പൊ ഇതാണ് ആ ഒരു ന്യൂട്രീഷന്റെ പ്രക്രിയകൾ നമുക്കറിയാം. അപ്പൊ അതിൽ അസിമിലേഷൻ ഉള്ളതാണ് അല്ലെ, ന്യൂട്രീഷനിലുള്ളതാണ്. ഫിൽട്രേഷൻ, അങ്ങനെ ഒരു പരിപാടി നമ്മൾ കേട്ടിട്ടുണ്ടോ? അരിക്കൽ എന്ന് പറഞ്ഞിട്ടൊരു പരിപാടി നമ്മൾ കേട്ടിട്ടുണ്ടോ? എവിടെ കേട്ടിട്ടുണ്ടോന്ന്? നമ്മുടെ പോഷണ പ്രക്രിയയിൽ കേട്ടിട്ടുണ്ടോ? ഇല്ല. അബ്സോർപ്ഷൻ ഉള്ളതാണ്, എക്സ്ക്രീഷൻ ഉള്ളതാണ്. സോ ഓപ്ഷൻ 2 അരിക്കൽ എന്നുള്ളതാണ് നമ്മുടെ പോഷണ പ്രക്രിയയിൽ ഉൾപ്പെടാത്തതായി നമുക്ക് കാണാൻ പറ്റുന്നു. ഓക്കെ, ഇനി അടുത്തത് ബേസിക് ലെവൽ ഓഫ് ക്ലാസിഫിക്കേഷന്റെ വർഗീകരണത്തിന്റെ അടിസ്ഥാന തലം എന്താണ് എന്നുള്ളതാണ് ചോദ്യം. സ്പീഷീസ്, ജീനസ്, കിങ്ഡം, ഫൈലം. ഓക്കെ, ജീനസ്. അപ്പൊ ഏതാണ് സ്പീഷീസ്, ജീനസ്, കിങ്ഡം, ഫൈലം? സ്പീഷീസ്, ജീനസ്, കിങ്ഡം, ഫൈലം ഇതിൽ ഏതാണ് വർഗീകരണത്തിലെ ക്ലാസിഫിക്കേഷന്റെ അടിസ്ഥാന തലം, ബേസിക് യൂണിറ്റ് ഏതാണെന്നുള്ളതാണ് ചോദ്യം. നമുക്കറിയാം ബേസിക് യൂണിറ്റ് ആണ് അതിൽ ഏറ്റവും ചെറുത് അല്ലെ. ഫോർ എക്സാമ്പിൾ നമ്മുടെ ലിവിങ് തിങ്സിന്റെ ബേസിക് യൂണിറ്റ് ഏതാണെന്ന് ചോദിച്ചാൽ നമ്മൾ എന്താ പറയാ? നമ്മുടെ സെൽസ് ആണ്. കുറെ സെൽസ് കൂടി ചേർന്നിട്ടാണ് നമ്മൾ മൊത്തം ഉണ്ടായിട്ടുള്ളത് അല്ലെ. അതേപോലെ ഒരു വാൾ എടുത്തിട്ട്, ഒരു മതിലെടുത്തിട്ട് അതിന്റെ ബേസിക് യൂണിറ്റ് എന്താണെന്ന് ചോദിച്ചാൽ അതിലൊരു ബ്രിക്ക് ആയിരിക്കും. കുറെ ബ്രിക്സ് ഇങ്ങനെ കൂട്ടി വെച്ചിട്ടാണ് ഒരു മതിലുണ്ടാക്കുക. അതേപോലെ നമ്മുടെ ക്ലാസിഫിക്കേഷൻ അതിന് മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ അതിൽ ഏറ്റവും ചെറിയ യൂണിറ്റ് എന്താണ്? ഏറ്റവും ചെറിയ അതിങ്ങനെ കൂടിയിട്ടായിരിക്കും കുറച്ച് പിന്നെ വേറൊരു ഇതുണ്ടാവുക. അപ്പോൾ അത് കൂടി ചേർന്നിട്ട് വേറെ ഉണ്ടാവുക. നമുക്കറിയാം സെൽസ് കൂടി ചേർന്നിട്ടാണ് ടിഷ്യൂസ് ഉണ്ടാവുക, ടിഷ്യൂസ് കൂടി ചേർന്നിട്ടാണ് ഓർഗൻ ഉണ്ടാവുക, ഓർഗൻ കൂടി ചേർന്നിട്ടാണ് ഓർഗൻ സിസ്റ്റം ഉണ്ടാവുക, ഓർഗൻ സിസ്റ്റംസ് കൂടി ചേർന്നിട്ടാണ് ഓർഗാനിസം ഉണ്ടാവുക. ഇത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇതേപോലെ ഇവിടെ ബേസിക് യൂണിറ്റ് ഏതായിരിക്കും, ബേസിക് ലെവൽ ഏതായിരിക്കും? നമുക്കറിയാം സ്പീഷീസ് ഈസ് ദ കറക്റ്റ് ആൻസർ. കാരണം ഒരുപാട് സ്പീഷീസ് ആണ് ഏറ്റവും ചെറുത് അല്ലെ. സ്പീഷീസ് കൂടി ചേർന്നിട്ട് ജീനസ് ആവും, അങ്ങനെ കൂടി ചേർന്ന് അവസാനം ആ കിങ്ഡം വരെ എത്തുന്ന ആ ഒരു ഹൈറാർക്കി ഓഫ് ക്ലാസിഫിക്കേഷൻ ഒക്കെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, പഠിച്ചിട്ടുണ്ട്. അപ്പോൾ സ്പീഷീസ് ഈസ് ദ കറക്റ്റ് ആൻസർ. ഓക്കെ, ഇനി അടുത്തൊരു ചോദ്യം. ഇന്നർ ലൈനിങ് ഓഫ് മൗത്ത്, നോസ്, ലങ്സ് ആൻഡ് സ്റ്റൊമക് ആർ മെയ്ഡ് അപ്പ് ഓഫ്. വായ, മൂക്ക്, അതുപോലെ തന്നെ ശ്വാസകോശം, ഉദരം എന്നിവയുടെ ഉൾഭിത്തി ഉണ്ടാക്കിയിരിക്കുന്നത് എന്തുകൊണ്ടാണ്? അതായത് നമുക്കറിയാം ലൈനിങ് എന്ന് പറയുന്നത് ഏതോ ഒരു കണക്റ്റീവ് ടിഷ്യൂ ഉണ്ട്. ലൈനിങ്, പ്രൊട്ടക്ഷൻ എന്നൊക്കെ പറയുന്ന ഏതോ ഒരു കണക്റ്റീവ് ടിഷ്യൂവിന്റെ പ്രത്യേകിച്ചിട്ടുള്ള ഒരു ഫംഗ്ഷനാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. കണക്റ്റീവ് ടിഷ്യൂ, എപ്പിത്തീലിയൽ ടിഷ്യൂ, മസ്കുലർ ടിഷ്യൂ, നെർവസ് ടിഷ്യൂ, സംയോജകല, എപ്പിത്തീലിയൽ കല, പേശികല, നാഡികല നമ്മൾ പഠിച്ചിട്ടുണ്ട്. നമ്മുടെ പുറത്തുള്ള സ്കിന്ന്, അതേപോലെ അകത്തുള്ള ലൈനിങ്. പുറത്തുള്ള ലൈനിങ് ആണ് സ്കിന്ന്, അകത്തുള്ള ലൈനിങ്ങും ഉണ്ട് അല്ലെ. നമ്മുടെ വായിലും അതുപോലെ തന്നെ ശ്വാസകോശത്തിലും നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിലൊക്കെ അതിൻ്റെ ഉള്ളിലുള്ള ലൈനിങ് ഉണ്ട്. അതും എന്തുകൊണ്ട് തന്നെയാണ്? എപ്പിത്തീലിയൽ ടിഷ്യൂസ് കൊണ്ട് തന്നെയാണ്, എപ്പിത്തീലിയൽ കലകൾ കൊണ്ട് തന്നെയാണ് അതും ഉണ്ടാക്കിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ 2 എപ്പിത്തീലിയൽ ടിഷ്യൂസ് ഈസ് ദ കറക്റ്റ് ആൻസർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് കമന്റിൽ ആൻസർ ചെയ്യാനുള്ളതാണ്. ദ വെയിൻസ് പ്രസന്റ് ഇൻ ലീവ്സ് ആർ. ഇലകളിൽ കാണുന്ന സിരകൾ അത് എന്ത് ടിഷ്യൂസ് ആണ്? സിമ്പിൾ ടിഷ്യൂസ്, കോളങ്കൈമ, പാരങ്കൈമ, വാസ്കുലർ ടിഷ്യൂ. ലളിത കലകൾ കോളങ്കൈമ, പാരങ്കൈമ, സംവഹന കലകൾ. ഇതിൽ ഏതാണ് വെയിൻസ്? നമ്മുടെ ലീവ്സിലൊക്കെ നമ്മൾ ഒരു ലീഫ് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിലിങ്ങനെ വെയിൻസ് ഉണ്ടാവും അല്ലേ. ഒരുപാട് വെയിൻസ്, പലതരത്തിലുള്ള വെയിൻസ് ഉണ്ടാവും. അപ്പൊ ഇങ്ങനെയുള്ള വെയിൻസ് ഉണ്ടാവും. ആ വെയിൻസ് എന്തുകൊണ്ടാണ്, എന്ത് ടിഷ്യൂസ് ആണെന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. അതിൽ 1, 2, 3 or 4 ഏതാണ് നിങ്ങൾക്ക് അറിയുന്നത്? നിങ്ങൾ എന്ത് ചെയ്യുക, പിന്നെ ആൻസർ ആയിട്ട് എഴുതുക. ഓക്കെ, അപ്പോൾ വെയിൻസ് എന്താണെന്നുള്ളതാണ് ചോദ്യം. നിങ്ങളുടെ ആൻസർ കമന്റ് ആയിട്ട് എഴുതുക. ശരി ഉത്തരം പറഞ്ഞ ആളുകൾക്ക് ബാക്കിയുള്ളവർ കൂടി ഒരു ലൈക്കും കൂടി കൊടുക്കുക കമന്റിന്. ഓക്കെ, അപ്പോൾ ഏറ്റവും കൂടുതൽ ലൈക്ക് കിട്ടുന്ന കമന്റ് ഏതാണെന്നൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ ഇനിവേ ഇതാണ് നിങ്ങൾക്കുള്ള ഹോംവർക്ക്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, കൂടുതൽ ക്വസ്റ്റ്യൻസ് അടുത്ത വീഡിയോകളിൽ ഡിസ്കസ് ചെയ്യാം.